നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉച്ചക്കലേക്ക് എന്താ കൂട്ടാൻ വയ്ക്കുക ജയശ്രീ? ചക്കക്കുരു ഉണ്ട്, മാങ്ങ കിട്ടിയിട്ടുണ്ട്, മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ പരിപ്പിട്ടിട്ടത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ള കറിയായിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ് ഇത്. ചക്കക്കുരും മാങ്ങയും പരിപ്പ് മുരിങ്ങക്കായ വെക്കാട്ടോ. നമുക്ക് നല്ല രസമായിട്ട് ഉണയിക്കാം. ഓക്കെ, വരൂ കേട്ടോ, നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് കഴിയും പണി, എളുപ്പം പണി കഴിയും, ചാളികാരൊന്നും വേണ്ട. ഓക്കെ, 5-10 ചക്കക്കുരു ഉണ്ട്, മാങ്ങയുണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ പരിപ്പും കൂടി ഇട്ടിട്ട് വെക്കാം. പരിപ്പെടുക്കാം. ഒരു വാളം, 2 വാളം, 2 വാളം പരിപ്പെടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. കഴുകിയത് ഇതിലിട്ടും ചക്കക്കുരു ഒരുമിച്ച് തന്നെ ഇടാം. കാരണം ചക്കക്കുരു നല്ലോണം വേവണം, പരിപ്പും വേവണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെന്തോളും. പരിപ്പും ചക്കക്കുരും കൂടിയിട്ട് ഒരുമിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. 2 വിസിലാകുമ്പോഴേക്കും അത് വേവും. അപ്പോൾ നമുക്ക് എടുക്കാം. ഒരു മുരിങ്ങക്കായി, ഒരു കഷ്ണം മാങ്ങ മുഴുവൻ വേണ്ട, പകുതി മതി അല്ലേ? പകുതി മതി. മുരിങ്ങക്കായ നുറുക്കി നമുക്ക് ഈ മാങ്ങ ചെത്തിയിട്ട് മുഴുവൻ വേണ്ട, പകുതി ഒരു പൂളിട്ടാൽ മതിയാവും കേട്ടോ. കാര്യം ചെയ്യാം. ആദ്യത്തെ പൂള് നുറുക്കി വെച്ചു, പിന്നെ മാങ്ങണ്ടിമഴത്തെ ഒക്കെ ഇവയ്ക്ക് എടുത്തു കിട്ടോ. മറ്റേ ഭാഗത്തെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു പൂള് ഫുള്ളും പിന്നെ മാങ്ങണ്ടിയോട് ചേർന്നതും കൂടിയിട്ട് മാങ്ങ നുറുക്കി ഇതിലിട്ടു. ബാക്കി 2 പീസ് മാങ്ങ നുറുക്കിയിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. വെന്തണ്ട മുട്ട നോക്കട്ടെ, പ്രഷർ പോയി. പരിപ്പും ചക്കക്കുരും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറവാണ്, വെള്ളം ചേർക്കാൻ നമുക്ക് ആവശ്യത്തിന്. വെന്തിട്ടുണ്ട് കണ്ടോ, ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരൊക്കെ. മാങ്ങയും മുരിങ്ങക്കായും ഇതിലേക്ക് ഇടാം. ഉപ്പിട്ടു ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഇനി വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം മുഴുവൻ ഒഴിക്കാം കേട്ടോ, കാരണം വെള്ളം ഇതിൽ കുറവല്ലേ. എന്നിട്ടും പോരെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. വെള്ളം ഇപ്പോൾ ഇത് മതി കേട്ടോ, ആവശ്യത്തിന് വെള്ളമായി. ഇനി അടച്ചിട്ട് 1 വിസിൽ വരുത്താം. 1 വിസിൽ വരുത്തിയാലും പെട്ടെന്ന് തന്നെ വിസിൽ കളയണം, അല്ലെങ്കിൽ മുരിങ്ങക്കായ പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിയണത് നല്ലതല്ല. ഇതാവുമ്പോഴേക്കും നമുക്ക് ഈ മാങ്ങക്കറി ഉണ്ടാക്കാം. ബാക്കിയുള്ള മാങ്ങ അച്ചാറുണ്ടാക്കാൻ പോവാണ്. അത് നുറുക്കിയത് പാത്രത്തിലിട്ടു. നുറുക്കിയതിൽ ഉപ്പ് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉലുവയും കായ വറുത്ത് പൊടിച്ചത് പൊടി ഇട്ടു. ഇതിൻ്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാക്കി ഒഴിക്കണം. വെളിച്ചെണ്ണ പാനിലൊഴിച്ചു. കുറച്ച് മതി കേട്ടോ, കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ നമ്മൾ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക്, ഈ മുളകിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. മുളകൊക്കെ ഒന്ന് മുരിയും. ഉലുവയും മുളകൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. കണ്ടോ, നിറം മാറി മുരിഞ്ഞു. നന്നായിട്ട് ഇളക്കുക. ഉപ്പും മുളകും ചക്കക്കുരു അല്ല, നമ്മുടെ അത് വിസിൽ വന്നു കേട്ടോ. ശബ്ദം ഓഫാക്കി നന്നായിട്ട് ഇളക്കി ചേർത്തു. ഇപ്പത്തിന് മുളക് കുറവ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ മുളകിന് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇടാണ്. അപ്പോൾ നല്ല കളർ കിട്ടും, എരിവ് അധികം ആവില്ല. ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഇപ്പോൾ ഇതിൽ വെള്ളമില്ല, അപ്പോൾ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്, അത് കുറച്ച് ഒഴിക്കാം. നമുക്ക് ഇപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാം. നല്ല ബെസ്റ്റ് അച്ചാറ്.
തിളപ്പിച്ചാറിയ വെള്ളമാണ് ആവശ്യത്തിന് ഒഴിച്ചു, മിക്സ് ചെയ്തു. നല്ല കൊഴുപ്പുണ്ടാവട്ടെ, ഉലുവയും കായ ഒക്കെ ഇട്ട കാരണം ഉലുവയുടെ കൊഴുപ്പ് എന്തായാലും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. നല്ല സ്വാദുള്ള മാങ്ങക്കറി. കുറച്ചും കൂടി ഇടാം കേട്ടോ, ഒഴിക്കാത്ത വെള്ളം ഉണ്ടോ, പോരാ അല്ലേ വെള്ളം, ഇത്ര ഒഴിക്കാം. യെസ്, മതി. ഇനി വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. ദാ നമ്മുടെ അച്ചാർ റെഡി. ഇതിൻ്റെ വിസിൽ വന്നു. മുരിങ്ങക്കായ പെട്ടെന്ന് പൊളിഞ്ഞ് പോകാണ്ടിരിക്കാൻ പെട്ടെന്ന് അതിൻ്റെ വിസിൽ കളയാം കേട്ടോ. പ്രഷർ ഞാൻ പെട്ടെന്ന് കളഞ്ഞു. തുറക്കാം. തുറന്നു നോക്കൂ, ഇളക്കി നോക്കാം. നേരം അയ്യൽ വേണ്ട മുരിങ്ങക്കായ അധികം പാകല്ലേ അപ്പം അത് ടേസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. പുളിയൊക്കില്ലേ വാങ്ങിക്ക് കരിക്ക് വറുത്തിടാം. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ടു. കടുക് പൊട്ടി പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ നിറച്ച് വയ്ക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞു. ഉലുവിടാം. ഉലുവിട്ടു. വറ്റൽ മുളക് 2 പൊട്ടിച്ചിടാം. ഇട്ടു. കറിവേപ്പില ഇടാം. ഓഫാക്കിയിട്ടോ. കറിവേപ്പില ഇടുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓഫാക്കും, അല്ലെങ്കിൽ തീ പിടിക്കും ചിലപ്പോൾ. വെളിച്ചെണ്ണയിലേക്ക് തീയാവും. നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. ഗാർണിഷ്ഡ് അടിപൊളി. ഒന്ന് അടച്ചു വയ്ക്കാം. പാത്രമാക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടോ. നോക്കൂ, ഉണ്ടോ നമ്മുടെ ഗംഭീര ഒരു മുരിങ്ങക്കായ, ചക്കക്കുരു മുരിങ്ങക്കായ പരിപ്പ് കൂടിയിട്ട് മാങ്ങയിട്ട് വെച്ച ഗംഭീര കൂട്ടാനും, പിന്നെ ആ മാങ്ങയിൽ പകുതി മാങ്ങ എടുത്തുണ്ടാക്കിയ നല്ലൊരു അച്ചാറും. അന്നത്തെ പരിപാടി. ഹായ്, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത്ര പെട്ടെന്ന് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ. നല്ല രസമാണ്. ഊണ് കഴിക്കാം. എന്തായാലും കൂട്ടിയിട്ട് കുറേ വാരി ഊണ് കഴിക്കാം കേട്ടോ നമുക്ക്.